നമുക്കാരംഭിക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പ്രമാദനീയരെ എല്ലാ പഠിതാക്കൾക്കും വിനീതമായി പ്രണാമം. ഈ 4-ാം അധ്യായമല്ലേ? അതെ അതെ. പഞ്ചമസ്കന്ധം അധ്യായം 4. ശ്രീശുക ഉവാചാം അതഃ തമുത്പത്യൈവാഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം പാമ്യോപശമ വൈരാഗ്യൈശ്വര്യമഹാവിഭൂതിഭിരനുദിനമേധമാന അനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണാദേവതാശ്ചാവനിതലം അവനിതലസമവനായത അവനായാതിത അദ്വരം ജഗൃധുഃ. അഥ അനന്തരം തീർച്ചയായിട്ടും തം ഉത്പത്യൈവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം ഉണ്ടായപ്പോൾ മുതൽ ഉത്പത്യ ഏവ ഉൽപ്പത്തിയിൽ തന്നെ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം ഭഗവല്ലക്ഷണത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന തൊട്ടുമ്പത്തെ ശ്ലോകത്തില് ഋഷഭൻ അവതരിച്ചു എന്നാണ് പറഞ്ഞത്. ശുക്ലയാ തനുവ അവതതാര, ശുദ്ധമായ സത്വമൂർത്തിയായിട്ട് മേരുദേവി അവതരിച്ചു എന്നാണ് പറഞ്ഞത്. ആ അവതരിച്ച സ്വരൂപത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അഥഹ തം ഉത്പത്യ ഏവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം. ഉത്പത്യൈവ അഭിവ്യജ്യമാന ഭഗവല്ലക്ഷണം, ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടയാളങ്ങളൊക്കെ തികഞ്ഞാണ് ജനിക്കുന്നത്. സാമ്യ ഉപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിഹി അനുദിനം ഏധമാനാനുഭാവം. സാമ്യം സമഭാവം, ഉപശമം അടക്കം, വൈരാഗ്യം വിരക്തി, ഐശ്വര്യം മുതലായ മഹാവിഭൂതികളാൽ, ഇത്രയും വിഭൂതികളാൽ ഭഗവത് സ്വരൂപത്തിൻ്റെ വിഭൂതികൾ പലതുണ്ട്. അതിൽ പ്രധാനപ്പെട്ടെടുത്ത് പറഞ്ഞാണ് സമമാണ്, എല്ലാറ്റിനെയും സമമായി കാണാൻ പറ്റുന്നതാണ്. എൻ്റേത് നിൻ്റേത് എന്നുള്ള ഭേദം ഇല്ലാതെ ഏതിനെയും സമമായി കാണാൻ പറ്റുന്നതിനാണ് സാമ്യം എന്ന് പറയാം. ഉപശമം അടക്കം സാധിക്കുക എന്നർത്ഥം. ഇന്ദ്രിയങ്ങളും അതേപോലെ മനസ്സും ഒക്കെ ശാന്തമായി ഇരിക്കുക, വിഷയങ്ങളിൽ ആസക്തിയില്ലാത്ത വൈരാഗ്യം ഉണ്ടായിരിക്കുക, അതേപോലെ എന്തിനേയും തൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ സാമർഥ്യമുള്ള ഈശ്വരന്റെ ഭാവം ഐശ്വര്യം. ഇങ്ങനെയുള്ള മഹാവിഭൂതിഭി അനുദിനം ഏധമാനാനുഭാവം, ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന, ഏധമാനം വർദ്ധിച്ചു വരുന്ന അനുഭാവം മാഹാത്മ്യം. ഏധമാനാനുഭാവം വർദ്ധിച്ചു വരുന്ന മാഹാത്മ്യത്തോടു കൂടിയവനായി ആ കുട്ടി. ഭഗവാന്റെ അടയാളങ്ങളൊക്കെ തന്നെ കാണാം. മത്സ്യം, വജ്രം, അങ്കുശം മുതലായ രേഖകളൊക്കെ കയ്യിലും കാലിലും ഒക്കെ കാണാം. ഈ അടയാളത്തോടു കൂടിയാണ് അവതരിക്കുന്നത്. അവതരിച്ചു കഴിഞ്ഞപ്പോൾ മുഖത്തെ ഭാവങ്ങൾ കൊണ്ട് തന്നെ ഭഗവത് സ്വരൂപമാണെന്ന് വ്യഞ്ജിപ്പിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും വളർന്നു വരുന്തോറും ആ പ്രഭാവ അതിശയം മഹാത്മ്യം കൂടിക്കൂടി വരിക. പ്രകൃതേഹ പ്രജാഹ, പ്രകൃതികൾ എന്ന് വെച്ചാൽ ഇവിടെ മന്ത്രിമാർ എന്നർത്ഥം. പ്രകർഷണ കാര്യങ്ങൾ ചെയ്യുന്നവർ ആരോ അവരാണ് പ്രകൃതികൾ, മന്ത്രിമാർ. പിന്നെ പ്രജകൾ, ബ്രാഹ്മണാഹ ബ്രാഹ്മണന്മാർ, ദേവതാഹ ദേവതകൾ,
ദേവതാഹ ച അവനിതലാം ഫമവനായ അതിതരാം. അവനിതലം ഭൂമണ്ഡലം, ഫമവനായ രക്ഷിക്കാൻ വേണ്ടി, അവനം രക്ഷിക്കാൻ, അവധി എന്ന് രക്ഷിക്കാൻ, ഫമവനായ രക്ഷിക്കുന്നതിന് വേണ്ടി, അതിതരാം ഏറ്റവും അധികം, ജഗൃധുഹു ആഗ്രഹിച്ചു. ജഗൃധുഹു മന്ത്രിമാരും പ്രജകളും ബ്രാഹ്മണരും ദേവതകളുമൊക്കെ ഇവൻ ഭൂമി ഭരിച്ചാൽ ഏറ്റവും നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചു. എല്ലാവരും നാഭിയുടെ പുത്രനായിട്ടാണ് ജനിച്ചത്. അടുത്ത രാജ്യാവകാശത്തിന് ആകേണ്ടതാണ്. പക്ഷെ ഇവനൊന്ന് വളർന്നു വലുതായി രാജ്യഭാരം ഏൽക്കുന്ന കണ്ട ഹാവു സമാധാനമായി എന്ന് എല്ലാവരും ധർമ്മം അനുസരിച്ച് ഭൂമണ്ഡലം പരിപാലിക്കാനുള്ള യോഗ്യത ഇവനുണ്ടാകും, ഇവൻ തന്നെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചു എല്ലാവരും. അഥഹതം ഉത്പത്യായവാം അഭിവിജ്യമാന ഭഗവല്ലക്ഷണം സാമ്യ ഉപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിഃ അനുദിനം ഏധമാന അനുഭാവം പ്രകൃതയ പ്രജാഃ ബ്രാഹ്മണാഃ ദേവതാശ്ചാം അവനിതലഭമവനായ അതിതരാം ജഗൃധുഃ. അഥഹതമുത്പത്യൈവാഭിവിജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിരനുദിനമേധമാനാനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണാഃ ദേവതാശ്ചാവനിതലഭമവനായാതിതരാം ജഗൃധുഃ. അഥഹതമുത്പത്യൈവാഭിവിജ്യമാന ഭഗവല്ലക്ഷണം സാമ്യോപശമ വൈരാഗ്യ ഐശ്വര്യ മഹാവിഭൂതിഭിഃ അനുദിനമേധമാനാനുഭാവം പ്രകൃതയ പ്രജാ ബ്രാഹ്മണാഃ ദേവതാശ്ചാവനിതലഭമവനായ അതിതരാം ജഗൃധുഃ. തസ്യ ഹവായിത്ഥം വർഷ്മണാ വരീയഫാം ബൃഹത് ശ്ലോകേന ച ഓജഫാ ബലേന ശ്രിയായശഫാം വീര്യശൗര്യാഭ്യാം പിതാം ഋഷഭ ഇതീദം നാമ ചകാരാം. തസ്യഹാം അവനാകട്ടെ യുദ്ധം ഇങ്ങനെയുള്ള വർഷ്മണ ശരീരം കൊണ്ട്, ഭഗവല്ലക്ഷണത്തോടുകൂടിയ ശരീരം കൊണ്ട്, വർഷ്മണ വർഷ്മ ശരീരം, വർഷ്മണ ശരീരം കൊണ്ട്, വരീയഫ ശ്രേഷ്ഠമായ വരിക്കത്തക്കതായ, ബൃഹത് ശ്ലോകേന വളരെ വലുതായി പാടി പുകഴ്ത്താൻ പറ്റിയ, ശ്ലോകിക്കാന്ന് വെച്ചാൽ കീർത്തിക്കുക, പുകഴ്ത്തുക, വളരെ ബൃഹത്തായിട്ട് കീർത്തിക്കാൻ പറ്റുന്ന, കവിയായ ഋഷിമാർക്ക് പാടിപ്പുകഴ്ത്താൻ പറ്റുന്ന വിധത്തിലുള്ള ശരീരവും അതേപോലെ ശ്രേഷ്ഠമായ ആകൃതിയും, ഓജഫ ബലേന ശ്രിയ ഓജഫ് കൊണ്ട്, തേജസ് കൊണ്ട്, ബലം കൊണ്ട്, ശക്തി കൊണ്ട്, ശ്രിയ ശോഭാതിശയം ഐശ്വര്യം കൊണ്ട്, യശഫ കീർത്തി കൊണ്ട്, വീര്യ ശൗര്യാഭ്യാം വീര്യം കൊണ്ടും ശൗര്യം കൊണ്ടും, പിതാവ് ഋഷഭ ഇത് ഇതം നാമചകാര, പിതാവ് ഋഷഭൻ എന്നുള്ള പേര് ചെയ്തു, ചകാര ചെയ്തു. ഋഷഭൻ എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. ഏതിനും സമർത്ഥൻ എന്നർത്ഥമുണ്ട്. എല്ലാറ്റിലും ഉത്കൃഷ്ടനാണ്. ഉത്കൃഷ്ടനായ ശ്രേഷ്ഠനായ ഒരാൾ മാത്രമേ ഈ ജഗത്തിലുള്ളൂ, അത് ഈശ്വരനാണ്, ഭഗവാനാണ്. ആ അർത്ഥം കിട്ടുന്ന മട്ടിലുള്ള പേരാണ് ഋഷഭൻ എന്ന് പിതാവ് നാഭി അവന് പേരിട്ടത്. ഇത്രയൊക്കെ കണ്ടിട്ടാണ് പേരിട്ടത്. ഒന്നാമത് അവന്റെ വലിയ വിപുലമായ ശരീരം, ശോഷിച്ചല്ല, നല്ല വണ്ണമുള്ള വിപുലമായ ശരീരം, ആർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഭാവം, ഏത് കവികൾക്കും പാടിപ്പുകഴ്ത്താൻ പറ്റുന്ന അംഗങ്ങൾ, ഉപാംഗങ്ങൾ, അവയവങ്ങൾ. അതേപോലെ ഓജഫ്, ബലം, ശ്രീ, യശഫ്, വീര്യവും ശൗര്യവും. വീര്യം പ്രഭാവമാണ്, ശൗര്യം ഉത്സാഹമാണ്. ഇത്രയൊക്കെ കണ്ടിട്ട് പിതാവ് അവന് ഋഷഭൻ എന്നു പേര് നിശ്ചയിച്ചു ചെയ്തു. തക്ഷഹവായുദ്ധം വർഷ്മണാവരീയഫാം
ബൃഹത് ശ്ലോകേന ചൗജഫാബലേന ശ്രിയാം യശഫാവീരചൗരാഭ്യംബിത ഋഷഭ ഇതീദം നാമചകാരാം തസ്യ ഹവായിത്തം വഷ്മണാവരീയഫാം ബൃഹത് ശ്ലോകേന ചൗജഫാബലേന ശ്രിയാം യശഫാവീരചൗരാഭ്യംബിത ഋഷഭ ഇതീദം നാമചകാരാം തസ്യ ഹവായിത്തം വഷ്മണാവരീയഫാം ബൃഹത് ശ്ലോകേന ചൗജഫാബലേന ശ്രിയാം യശഫാവീരചൗരാഭ്യംബിത ഋഷഭ ഇതീദം നാമചകാരാം തഫ്യഹീന്ദ്രഃ വർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷാം തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗേശ്വര പ്രഹഫ്യാം ആത്മയോഗമായ സ്വവർഷമജനാഭം നാമ അഭ്യവർഷത്. തഫ്യഹി അവന് ആകട്ടെ ഇന്ദ്രഃ ഹി അധികം ഇന്ദ്രഃ ഹീന്ദ്രഃ സ്പർദ്ധമാനോ ഇന്ദ്രഃ ഇന്ദ്രനെ ഈ വളർന്നു വരുന്ന നാഭിപത്രനായ ഋഷഭനോട് ഒരു മാത്സര്യമുണ്ടായി, സ്പർദ്ധയുണ്ടായി. കാരണം തന്നെക്കാൾ ആദരിക്കപ്പെട്ട ഒരാൾ വളർന്നു വലുതായി വരുന്നു, ദേവചൈതന്യമാണ് എന്നൊക്കെ കാണുമ്പോൾ അല്പം ഭീതിയും ഭയവും ഉണ്ടായിട്ട് ഒരു സ്പർദ്ധയുണ്ടാകും. അങ്ങനെ ഉണ്ടായ ഭഗവാൻ വർഷേ നവവർഷ, ഈ ഭാരതവർഷത്തിൽ, ഭാരതം എന്നല്ല അന്ന് അജനാഭം എന്നായിരുന്നു പേര്, ഈ അജനാഭ വർഷത്തിൽ വവർഷ മഴ പെയ്ച്ചില്ല. കുറേ കാലത്തേക്ക് മഴയില്ലാണ്ടായി. ഇദ്ദേഹം യുവാവായി വളർന്ന് രാജ്യഭാരമേൽക്കാൻ പാകമാകുമ്പോൾ തൻ്റെ രാജ്യത്ത് കുറേ നാളത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും വീഴില്ല. ഇന്ദ്രന്റെ ഒരു സ്പർദ്ധ കൊണ്ട് മാത്രമാണ്. ഭഗവാനായ ഇന്ദ്രൻ ഈ അജനാഭ വർഷത്തിൽ വവർഷ മഴ പെയ്ച്ചില്ല. തത് അവധാര്യ, ഇത് മനസ്സിലാക്കിയിട്ട് ഋഷഭന് മനസ്സിലായി ഇന്ദ്രന്റെ പണിയാണിതെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാൻ ഋഷഭദേവനായ ഭഗവാൻ യോഗീശ്വരനായ ഭഗവാൻ, സമസ്ത യോഗങ്ങളിലെയും ഈശ്വരനായ ഭഗവാൻ പ്രഹഫ്യ ആത്മയോഗമായ ഒന്ന് പുഞ്ചിരിച്ചിട്ട് തൻ്റെ യോഗമായ കൊണ്ട് വർഷം അജനാഭം നാമ, താൻ ഭരിക്കുന്ന രാജ്യമായ അജനാഭം എന്ന വർഷത്തെ അഭ്യവർഷത് മഴ പെയ്ച്ചു. ഇതിന് മാത്രമല്ല, താൻ വിചാരിച്ചാലും മഴ പെയ്ക്കാൻ പറ്റും എന്ന് തൻ്റെ യോഗൈശ്വര്യസിദ്ധി കൊണ്ട് സ്വന്തം ഖണ്ഡത്തിൽ ഏതു ഭാഗത്ത് എത്രയൊക്കെ വെള്ളമാണോ ആവശ്യം അവിടെയൊക്കെ മഴ പെയ്ച്ച് അജനാഭ വർഷത്തെ നല്ല സമ്പൂർണമായി കൃഷിക്ക് യോഗ്യമായ യജ്ഞത്തിന് പാകമായ ഭൂമിയാക്കി ഋഷഭൻ മാറ്റി. തഫ്യഹി ഇന്ദ്രസ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷാം തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗീശ്വര പ്രഹഫ്യാം ആത്മയോഗമായ വർഷം അജനാഭം നാമ അഭ്യവർഷത്. തഫ്യഹി ഇന്ദ്രസ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷാം തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗീശ്വര പ്രഹഫ്യാം ആത്മയോഗമായ വർഷം അജനാഭം നാമാഭ്യവർഷത്. തഫ്യഹി ഇന്ദ്രസ്പർദ്ധമാനോ ഭഗവാൻ വർഷേ നവവർഷാം തദവധാര്യ ഭഗവാൻ ഋഷഭദേവോ യോഗീശ്വര പ്രഹഫ്യാം ആത്മയോഗമായ വർഷം അജനാഭം നാമ അഭ്യവർഷത്. നാഭിസ്തു യഥാഭിരഷിതം പ്രജാസ്ത്വമവരുദ്ധ്യാം അതിപ്രമോദഭരവിഹുലോ ഗദ്ഗദക്ഷരയാ ഗിരാ സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം വിലഫിതമതിർ വത്സ താതേതി ഫാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഹം. നാഭിസ്തു, നാഭിയാകട്ടെ യഥാ അഭിലഷിതം, താൻ എങ്ങനെ ആഗ്രഹിച്ചുവോ അതിനനുസരിച്ചുള്ള സുപ്രജാഹ, ഒരു നല്ല കുട്ടിയുണ്ടായി, സുപ്രജയുണ്ടായി.
അങ്ങനെയുണ്ടായ ആ സുപ്രജാഹ ത്വം അവരുദ്ധ്യ അതിപ്രമോദ വിഹുലോ, അവരുദ്ധ്യ പ്രാപിച്ചിട്ട്, അങ്ങയെ പ്രാപിച്ചിട്ട്, ഭഗവാൻ തന്നെയാണല്ലോ ഈ പുത്രൻ, ഭഗവാനെ പ്രാപിച്ചിട്ട് അതിപ്രമോദപരവിഹ്വലോ, അത്യധികമായ പ്രമോദം കൊണ്ട് വിഹ്വലനായി, തരളിതനായി, സന്തോഷാധിക്യത്താൽ പരവശനായി, ഗദ്ഗദാക്ഷരയാകില, തൊണ്ട ഇടറി ഇടറി വരുന്ന അക്ഷരങ്ങളുള്ള വാക്കുകൊണ്ട് സ്വൈരം ആയിട്ട് ഗൃഹീത നരധർമ്മം, മനുഷ്യധർമ്മത്തെ സ്വീകരിച്ചിരിക്കുന്ന ഭഗവന്തം പുരാണപുരുഷം. ഇപ്പൊ മനുഷ്യധർമ്മമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ഒരു മനുഷ്യക്കുട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗൃഹീത നരധർമ്മം, നരധർമ്മത്തെ സ്വീകരിച്ചവനായ ഭഗവന്തം പുരാണപുരുഷം, പണ്ടേയുള്ള ആ ഭഗവാന് മായാവിലസിതമതി, ഇതാണെന്നറിയാമെങ്കിലും മായ കൊണ്ട് വിലസിതമതിയായി. മായാവിലാസം കൊണ്ട് തൻ്റെ ബുദ്ധി മറഞ്ഞുപോയി. തൻ്റെ കുട്ടിയാണ്, മനുഷ്യക്കുട്ടിയാണ് എന്ന് മാത്രമേ നാഭിക്ക് കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ ശരിയാണ്. അങ്ങനെ കണ്ടതുകൊണ്ട് വത്സ താത ഇതി, ഹേ കുഞ്ഞെ കുഞ്ഞെ എന്നിങ്ങനെ പല പ്രാവശ്യം വിളിച്ചുകൊണ്ട്, ഫാനുരാഗം, അനുരാഗത്തോടുകൂടി, ഉപരാളയൻ, പല വിധത്തിൽ ലാളിച്ചുകൊണ്ട്, പരാം നിർവൃതിമുപഗത, പരമമായ നിർവൃതിയെ പ്രാപിച്ചു. അങ്ങനെ നാഭിയാകട്ടെ താൻ ആഗ്രഹിച്ചതുപോലൊക്കെയാണ് തനിക്ക് പുത്രൻ ലഭിച്ചത്. ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ തന്നെ ഉണ്ടായി. അങ്ങനെയുള്ള ആ ഭഗവാനെ പ്രാപിച്ചിട്ട് ഏറ്റവും അധികം സന്തുഷ്ടചിത്തനായി, ഗദ്ഗദാക്ഷരത്തോടെ വാക്കുകൾ തൊണ്ടയിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് മനുഷ്യധർമ്മം സ്വീകരിച്ച പുരാണപുരുഷനായ ഭഗവാനെ അല്പസമയത്തേക്ക് മറന്നിട്ട് മായാവിലാസം കൊണ്ട് എൻ്റെ കുഞ്ഞി, ഹാ കുട്ടി എന്നൊക്കെ മധുരമായ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് മാരടത്തോട് ചേർത്ത് പുണർന്ന് ആലിംഗനം ചെയ്ത് എടുത്തുകൊണ്ട് നടന്ന് ലാളിച്ച് അങ്ങനെ പരമമായ നിർവൃതി അറിഞ്ഞു. നാഭിസ്തു യഥാഭിരക്ഷിതം സുപ്രജാസ്ത്വം അവരുദ്ധ്യാദിപ്രമോദഭരവിഹുലോ, ഗദ്ഗദക്ഷരയാഗിര സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം, മായാവിലസിതമതർ വത്സതാതേതി ഭാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. നാഭിസ്തു യഥാഭിരക്ഷിതം സുപ്രജാസ്ത്വം അവരുദ്ധ്യാം അതിപ്രമോദഭരവിഹുലോ, ഗദ്ഗദാക്ഷരയാഗിരാം സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം, മായാവിലസിതമതർ വത്സതാതേതി ഭാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. നാഭിസ്തു യഥാഭിരക്ഷിതം സുപ്രജാസ്ത്വം അവരുദ്ധ്യാം അതിപ്രമോദഭരവിഹുലോ, ഗദ്ഗദാക്ഷരയാഗിരാം സ്വൈരം ഗൃഹീത നരധർമ്മം ഭഗവന്തം പുരാണപുരുഷം, മായാവിലസിതമതർ വത്സ താതേതി ഭാനുരാഗമുപലാളയൻ പരാം നിർവൃതിമുപഗതഃ. വിദിതാനുരാഗമാപൗരപ്രകൃതിജനപദോ രാജാം, നാഭിരാത്മജം സമയസേതുരക്ഷായാം അഭിഷിച്യാം, ബ്രാഹ്മണേഷു ഉപനിധായ സഹമേരുദേവ്യാം, വിശാലായാം പ്രസന്നനിപുണേന തപസാം, സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം വാസീന കാലേന തൻ മഹിമാനമവാപാം. വിദിത അനുരാഗം ആപൗരപ്രകൃതിജനപദോ രാജ, വിദിതം അറിയപ്പെട്ട, അനുരാഗം ഇഷ്ടം പ്രേമം, അറിയപ്പെട്ട അനുരാഗത്തോടു കൂടിയവനായ വിദിതാനുരാഗം ആപൗരപ്രകൃതി ജനപദോ, ആ പൗരന്മാർ തുടങ്ങി ഈ പ്രകൃതി ജനങ്ങൾ വരെ, മന്ത്രിമാർ വരെയുള്ള ആപൗരപ്രകൃതി ജനപദോ തുടങ്ങിയ ജനപദങ്ങൾ രാജ നാഭിഹി ആത്മജ, നാഭിയുടെ പുത്രനായ ഈ ഋഷഭനെ സമയ സേതു രക്ഷായാം അഭിഷിച്യ,
സമയം അനുസരിച്ച് അതിരുകളുള്ള സമയ സേതുക്കൾ, സേതു പാലം അല്ലെങ്കിൽ ചിറ എന്നൊക്കെ പറയാം, ഉള്ള ഈ ഭൂമിയുടെ രക്ഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തിട്ട് സമയം അനുസരിച്ച് സേതുക്കളെ, അതിരുകളെ രക്ഷിക്കുന്നതിൽ പര്യാപ്തനായിരിക്കുന്ന ഈ ആത്മജനായ പുത്രനെ രാജ്യരക്ഷയ്ക്കായി അഭിഷേകം ചെയ്തിട്ട് ബ്രാഹ്മണേഷു ഉപനിധായ, ബ്രാഹ്മണരിൽ ഉപനിധായ അർപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ട് സഹ മേരുദേവിയോടൊപ്പം വിശാലായാം, വിശാല എന്നുള്ളത് ബദരിയിലെ ഒരു പട്ടണത്തിന്റെ പേരാണ് പോലും. അതുകൊണ്ട് ബദരി എന്ന് വിശാലയ്ക്ക് അർത്ഥം പറയാം. ബദരിയിൽ പ്രസന്ന നിപുണേന തപസ, പ്രസന്നവും നിപുണവുമായ തപസ്സുകൊണ്ടും സമാധിയോഗം കൊണ്ടും നരനാരായണാഖ്യം ഭഗവന്തം, നരനാരായണന്മാർ എന്നിവരുള്ള ഭഗവാനെ, വാസുദേവനെ ഉപാസിച്ചുകൊണ്ട് കാലമായപ്പോൾ തൻ മഹിമാനം അവാവ, ആ ഭഗവത് സ്വരൂപത്തോട് കൂടിച്ചേർന്ന് മോക്ഷം പ്രാപിച്ചു. ബഹുകാലം ബദരിയിൽ തപസ് ചെയ്ത് ഭഗവാനെ തന്നെ സേവിച്ച് ഭഗവത് പാദങ്ങളിലേക്ക് തന്നെ ലയിച്ച് മുക്തനായി തീർന്നു നാഭി. മന്ത്രിമാരുടെയും പൗരന്മാരുടെയും ഒക്കെ ആഗ്രഹമനുസരിച്ച് തൻ്റെ പുത്രൻ രാജ്യഭരണത്തിന് അധികാരിയാണ് എന്ന് ഇവരൊക്കെ പറയുന്നത് കേട്ടും തനിക്ക് ബോധ്യമായിട്ടും തിരിച്ചറിഞ്ഞിട്ട് അവരുടെ സമ്മതത്തോടുകൂടി കാലോചിതമായ ധർമ്മരക്ഷണയിൽ ഇവൻ പര്യാപ്തനാണെന്ന് കണ്ടിട്ട് അഭിഷേകം ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണവശവർത്തിയായിട്ട് രാജ്യപരിപാലനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു, അവരേൽപ്പിച്ചു. രാജ്യം മുഴുവൻ ബ്രാഹ്മണർക്ക് അധീനമാണ്. ഈ രാജ്യവും പുത്രനെയും ബ്രാഹ്മണനേൽപ്പിച്ചു. ഇവരുടെ ഉപദേശം അനുസരിച്ച് വേണം കാര്യങ്ങൾ ഇനി മുമ്പോട്ട് പോകാൻ. എന്നിട്ട് ഭാര്യയായ മേരുദേവിയോടൊപ്പം വാനപ്രസ്ഥധർമ്മത്തെ സ്വീകരിച്ച് ബദരിയാശ്രമത്തിലെത്തി അവിടെ തപസ് കൊണ്ട് ഭഗവാനെ തന്നെ സമാധ്യാവസ്ഥയിൽ ഉറപ്പിച്ച് യോഗാവസ്ഥയിൽ നിർവാണം പ്രാപിച്ചു എന്ന് വർണ്ണിച്ച് നാഭിയുടെ കഥകൾ പൂർണ്ണമാക്കുക. വിദുതാനുരാഗമാപൗരപ്രകൃതി ജനപദോ രാജാം നാഭിരാത്മജം സമയഭേതുരക്ഷായാമഭിഷിച്യാം ബ്രാഹ്മണേഷു ഉപനിധായാം സഹമേരുദേവ്യാം വിശാലായാം പ്രസന്ന നിപുണേന തപസാം സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീന കാലേന തൻ മഹിമാനം അവാപ പ്രാപിച്ചു എന്നർത്ഥം. വിദിതാനുരാഗം ആപൗരപ്രകൃതി ജനപദോ രാജാം നാഭിരാത്മജം സമയഭേതുരക്ഷായാം അഭിഷിച്യാം ബ്രാഹ്മണേഷു ഉപനിധായ സഹമേരുദേവ്യ വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീന കാലേന തൻ മഹിമാനമവാപാം. വിദിതാനുരാഗമാപൗരപ്രകൃതി ജനപദോ രാജാനാഭിരാത്മജം സമയഭേതുരക്ഷായാമഭിഷിച്യാം ബ്രാഹ്മണേഷു ഉപനിധായ സഹമേരുദേവ്യാം വിശാലായാം പ്രസന്ന നിപുണേന തപസാ സമാധിയോഗേന നരനാരായണാഖ്യം ഭഗവന്തം വാസുദേവം ഉപാസീന കാലേന തൻ മഹിമാനമവാപാം. യസ്യഃ പാണ്ഡവേയാം ശ്ലോകാവുദാഹരന്തി കോന്നു തത് കർമ്മരാജർഷേ നാഭേരന്വാചരേത് പുമാൻ അപത്യതാമകാദ്യസ്യ ഹരിശുദ്ധേന കർമ്മണാം. ഇതൊരു ശ്ലോകമാണ്, ഗദ്യമല്ല. ഇങ്ങനെ മഹാപണ്ഡിതന്മാർ ഇദ്ദേഹത്തെക്കുറിച്ച് 2 ശ്ലോകം എഴുതിയിട്ടുണ്ട്. അതും കൂടി ഉദാഹരിക്കാം. ഹേ പാണ്ഡവേയ,
പാണ്ഡവകുലത്തിൽ ജനിച്ചവനായ പരീക്ഷത്തെ. ശ്ലോകവും ഉദാഹരന്തി. ഞാൻ 2 ശ്ലോകങ്ങൾ ഇവിടെ ഉദാഹരിക്കുകയാണ്. ഒന്ന്, കോന്നു തത് കർമ്മ, ആരാണ് അവന്റെ കർമ്മത്തെ, രാജർഷേഹി നാഭേഹി, രാജർഷിയായ നാഭിയുടെ ഈ കർമ്മത്തെ അന്വാചരേത് പുമാൻ, യാതൊരു പുരുഷനാണ് അനുചരിക്കാൻ പറ്റുന്നത്, അനുഷ്ഠിക്കാൻ പറ്റുന്നത്. ഹലോ, ആ ആ ആ ആ ഇവിടെ ഉണ്ട്. എന്തോ? ഇല്ലില്ല. ആ ശരി ശരി. ആ ശരി. ആ ആ ഇഫ്യഹ പാണ്ഡവേയ ശ്ലോകാ ഉദാഹരന്തി കോന്നു തത്കർമ്മരാജർഷേഹി നാഭേഹി അന്വാചരേത് പുമാൻ. ആരാണ് രാജർഷിയായ നാഭിയെ പിന്തുടരാൻ, അനുകരിക്കാൻ കഴിയുന്നവരാരാണ്? അപത്യതാം അഗാധ യഫ്യ ഹരി ശുദ്ധേന കർമ്മ. ശുദ്ധമായ കർമ്മം കൊണ്ട് യാതൊരുവന്റെ പുത്രനായിട്ട് ഹരി അഗാധ് എത്തിയല്ലോ, പ്രാപിച്ചുവല്ലോ. അപ്പൊ നാഭിയെപ്പോലെ ആർക്കും ആകാൻ പറ്റില്ല. അതുകൊണ്ടാണ് നാഭിയിൽ ഭഗവാൻ അവതരിക്കുന്ന കാരണമായത്. ഒരു ഭക്തിഭാവത്തിന്റെ പരിശുദ്ധമായ കർമ്മം കൊണ്ട് ആണ് ഈ പ്രസന്നനായ ഈ നാഭിയിൽ ഭഗവാൻ അവതരിച്ചത്. അത്രത്തോളം ശുദ്ധ ഭക്തഗുണം കൊണ്ട് ഭക്തിയുടെ തികവുള്ള ഒരാളിൽ മാത്രമേ ഭഗവാൻ അവതരിക്കാൻ പറ്റൂ. അങ്ങനെയുള്ള നാഭിയെ പിന്തുടരാൻ ആർക്ക് കഴിയും? നാഭിയെ പോലെ ഇനി ഒരാൾക്കും അവൻ പറ്റില്ല എന്നുറപ്പിച്ചുകൊണ്ട് ആരോ ഒരു ശ്ലോകം എഴുതിയിരുന്നു. കോനുതത് കർമ്മരാജർഷേഹേ നാഭേരന്വാചരത് പുമാൻ അവത്യതാമഗാദ്യഫ്യ ഹരിശുദ്ധേന കർമ്മണാം. കോനുതത് കർമ്മരാജർഷേ നാഭേരന്വാചരേത് പുമാൻ അവത്യതാമഗാദ്യഫ്യ ഹരിശുദ്ധേന കർമ്മണാം. ബ്രാഹ്മണോന്യ കുതോ നാഭേർ വിപ്രാ മംഗളപൂജിതാം യഫ്യ ബർഹിഷി യജ്ഞേശം ദർശയാമാഫുരോജഫാം. ബ്രാഹ്മണ അന്യ കുതഃ, മറ്റേതൊരു ബ്രാഹ്മണനാണ് എന്തെങ്കിലും പറഞ്ഞോ? എന്താ പറയുക? കേൾക്കുന്നില്ലല്ലോ. ബ്രാഹ്മണോന്യ കുതോ നാഭേഹ വിപ്രാഹ മംഗളപൂജിതാഹം. നാഭേഹ അന്യഹ, നാഭിയിൽ നിന്നും അന്യനായിട്ട് ബ്രഹ്മണോ അന്യ കുതോ നാഭേഹ വിപ്രാഹ മംഗളപൂജിതാഹ. ബ്രഹ്മണ്യോ അന്യഹ, ബ്രഹ്മണ്യ കുതഃ, ബ്രഹ്മണ്യൻ ബ്രാഹ്മണൻ എന്നർത്ഥം. ബ്രഹ്മത്തിലേക്ക് നയിക്കുന്നവൻ ബ്രഹ്മണ്യൻ ബ്രാഹ്മണൻ. അന്യഹ ബ്രഹ്മണ്യ നാഭേഹി, നാഭിയിൽ നിന്നും അന്യനായിട്ട് യാതൊരു ബ്രാഹ്മണൻ ആരുണ്ട്? വിപ്രാഹ മംഗളപൂജിതാഹ, മംഗളങ്ങളാൽ പൂജിക്കപ്പെട്ടവരായിട്ടുള്ള ബ്രാഹ്മണർ. യഫ്യ ബർഷിഷി യജ്ഞേശം ദർശയാമാഫുരോജഫ, യാതൊരുവന്റെ ബർഷിഷി യജ്ഞത്തിൽ ദർശയാമാഫുഹു കാണിച്ചു കൊടുത്തു യജ്ഞേശം ഭഗവാന്. ആരെങ്കിലും യജ്ഞം ചെയ്താൽ ആ യജ്ഞത്തിൽ വെച്ച് ഭഗവാൻ നേരിട്ട് അവതരിച്ചിറങ്ങി വരുമോ? ഒരു ബ്രാഹ്മണനും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നാഭിയുടെ യജ്ഞത്തിൽ ഭഗവാൻ നേരിട്ട് ഇറങ്ങി വന്നില്ലേ? യഥാർത്ഥ സ്വരൂപത്തോടെ ഋത്വിക്കൾക്കും നാഭിക്കും കാണത്തക്ക മട്ടിൽ
ഇങ്ങനെയുള്ള മംഗളകർമ്മങ്ങൾ കൊണ്ട് സൽക്കരിക്കപ്പെട്ടവനായ രാവണർ സന്തുഷ്ടരായിട്ട് യജ്ഞഫലദാതാവായ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് നാഭിക്ക് കാണിച്ചു കൊടുത്തില്ലേ? ഇതുപോലെ ആർക്ക് കിട്ടും? നാഭിയെ പോലെ ഒരാൾ ഉണ്ടാവില്ല. ബ്രഹ്മണ്യോന്യ കുതോ നാഭേർ വിപ്രാഹ് മംഗളപൂജിതാം യജ്ഞേശം ദർശയാമാഫുരോജസാം. ബ്രഹ്മണ്യോന്യ കുതോ നാഭേർ വിപ്രാഹ് മംഗളപൂജിതാം യജ്ഞേശം ദർശയാമാഫുരോജസാം. ബ്രഹ്മണ്യോന്യ കുതോ നാഭേർ വിപ്രാ മംഗളപൂജിതാം യജ്ഞേശം ദർശയാമാഫുരോജസാം. അഥഃ ഭഗവാൻ ഋഷഭദേവഃ സ്വവർഷം കർമ്മക്ഷേത്രം അനുമന്യമാനഃ പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരേ ഗുരുഭിരനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുശിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ സ്വമാംനായ ആംനാതമഭിയുഞ്ജന് ആത്മജാനാം ആത്മസമാനാനാം ശതം ജനയാമാസാം. അഥഃ അനന്തരമാകട്ടെ ഭഗവാൻ ഋഷഭദേവനായ ഭഗവാൻ സ്വവർഷം തൻ്റെ അജനാഭവർഷം കർമ്മക്ഷേത്രം അനുമന്യമാണ്. അതൊരു കർമ്മക്ഷേത്രമാണെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ വിചാരിച്ചിട്ട് പ്രദർശിത ഗുരുകുലവാസം കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ ഗുരുകുലവാസം സ്വീകരിച്ചു. ഇത് തനിക്ക് ആവശ്യമില്ല, ഭഗവാനാണ്, പക്ഷേ കാണിച്ചു കൊടുത്ത് എല്ലാവരും ഇങ്ങനെ ചെയ്യണം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരൈ, അവിടെ വെച്ച് ഗുരുക്കന്മാരിൽ നിന്നും എല്ലാ അഭീഷ്ടങ്ങളോടും സാധിച്ചുകൊണ്ട് ഗുരുഭി അനുജ്ഞാത, ഗുരുവിൻ്റെ അനുവാദം കിട്ടിയിട്ട് ഗൃഹമേധിനാം, ഗാർഹസ്ഥ്യന്മാരുടെ ധർമാൻ അനുശിക്ഷമാണ്. പഠിപ്പ് കഴിഞ്ഞാൽ ഗുരു സമാവർത്തനം ചെയ്തിട്ട് പറഞ്ഞിരിക്കും, ഇനിയും പോയി വിവാഹം കഴിച്ച് ഗാർഹസ്ഥ്യം സ്വീകരിച്ചോളൂ എന്ന്. അങ്ങനെ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോൾ ധർമ്മങ്ങളെ എപ്പോഴും പഠിപ്പിച്ചുകൊണ്ട് ജയന്ത്യാം, ഇന്ദ്രദത്തായ, ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തിയിൽ എന്ന പത്നിയിൽ ഉഭയലക്ഷണം ശ്രുതിയും സ്മൃതിയും ലക്ഷീകരിച്ചുകൊണ്ട് കർമ്മ സമാംനായ ആംനാഥം അഭിയുഞ്ജൻ, വേദങ്ങൾ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ, രണ്ട് വിധ കർമ്മങ്ങളോട് കൂടിയ കർമ്മങ്ങളെ, ഉഭയലക്ഷണം കർമ്മ, ഒന്ന് വേദത്തിൽ പറഞ്ഞ കർമ്മം, പിന്നെ സ്മൃതിയിൽ പറഞ്ഞ കർമ്മം, ഉഭയലക്ഷണം കർമ്മ സ്വമാംനായ അനുഷ്ഠിച്ചുകൊണ്ട് ആംനാഥം അഭിയുഞ്ജൻ, വേദത്തെ ഈ കർമ്മങ്ങളോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ആത്മജാനാം, ആത്മജന്മാർ പുത്രന്മാർക്ക്, ആത്മസമാനാനാം, തന്നെ പോലെ തുല്യരായ പുത്രന്മാർ, ശതം ജനയാമാസ, 100 പുത്രന്മാരെ ജനിപ്പിച്ചു. നാഭി രാജ്യഭാരം സ്വീകരിച്ചു, വിധി അനുസരിച്ച് ഗുരുകുലവാസം ചെയ്തു. ഭഗവാനാണെങ്കിലും ജന്മനാ ജ്ഞാനവാനാണെങ്കിലും ഇതെല്ലാവരും ചെയ്യണമെന്ന് കാണിക്കാൻ ചെയ്തു. അവസാനത്തിൽ ഗുരുക്കന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുത്തു, ഗുരുദക്ഷിണ ചെയ്തു. അവരുടെ അനുവാദത്തോടെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു. ആ ഗൃഹസ്ഥമത സ്വീകരിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ 2 എണ്ണമുണ്ട്. വേദവും സ്മൃതിയും അനുസരിക്കുന്ന കർമ്മങ്ങൾ, അതെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് ഇതെല്ലാം അനുഷ്ഠിപ്പിക്കാൻ വേണ്ട ശാസ്ത്രങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇന്ദ്രനാൽ നൽകപ്പെട്ട ജയന്തി എന്നു പേരുള്ള സ്വന്തം ഭാര്യയിൽ തന്നെ പോലെയുള്ള 100 പുത്രന്മാരെ ജനിപ്പിച്ചു. അഥഃ ഭഗവാൻ ഋഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രമനുമന്യമാന പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരേർ ഗുരുഭിരനുജ്ഞാതോ ഗൃഹമേധിനാൻ ധർമാൻ
അനുഷിക്ഷമാണോ ജയന്ത്യാം ഇന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മഭമാംനായ ആംനാദമഭിയുഞ്ജന് ആത്മജാനാം ആത്മഭമാനാനാം ശതം ജനയാമാസാം അഥഃ ഭഗവാൻ ഷഭദേവ സ്വവർഷം കർമ്മക്ഷേത്രമനുമന്യമാനാം പ്രദർശിത ഗുരുകുലവാസോ ലബ്ധവരേ ഗുരുഭിരനുജ്ഞാതോ ഗൃഹമേധിനാം ധർമാൻ അനുഷിക്ഷമാണോ ജയന്ത്യാമിന്ദ്രദത്തായാം ഉഭയലക്ഷണം കർമ്മ ഭമാംനായ ആംനാദമഭിയുഞ്ജന് ആത്മജാനാം ആത്മഭമാനാനാം ശതം ജനയാമാസാം. നമ്മൾ താമസാണ് തോത്താൻ തുടങ്ങിയെങ്കിലും നമുക്ക് 4:45 നിങ്ങൾക്ക് ചായ കുടിക്കാനുള്ള സമയമേ കാണും. ഇവിടെ ഇന്ന് ഉപസംഹരിക്കാം. ഇനി ആ പുത്രന്മാരുടെ കഥകളിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പ് ഇത്രയും പുത്രന്മാരെ ഉണ്ടായി എന്ന് മാത്രം വന്നിച്ച് അവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലേ ഉപസംഹരിക്കാം. ദ്വിതീയ സ്കന്ധത്തിൽ ഋഷഭാവതാരം 4 വരികളിലെ ശ്ലോകത്തിലായിട്ട് ചുരുക്കി പറയുന്നുണ്ട്. പരമഹംസന്മാരുടെ തത്വത്തെ ലോകത്തെ പഠിപ്പിക്കാനും അത്രേ ഉള്ളൂ. എങ്ങനെയാണെന്ന് കാണിക്കാൻ ജഡയോഗചര്യം സ്വീകരിച്ചു. ദ്വിതീയ സ്കന്ധത്തിൽ ബ്രഹ്മാവ് ഒരു ഭഗവാന്റെ അവതാരങ്ങളെ വർണ്ണിക്കുന്നിടത്തുണ്ട്. അത് ഇതൊക്കെ പരസ്പരം കണക്ട് ചെയ്താൽ നമുക്ക് എളുപ്പ ഭാഗവതം പഠിക്കാം. അതെ, ഇനി നമ്മൾ ഇദ്ദേഹത്തിന്റെ ഉപദേശം അല്ല, ആദ്യമൊക്കെ ഭാഗവതം പഠിക്കും. ഋഷഭാവതാരം ഒക്കെ സത്യം പറഞ്ഞ ആ ഭാഗമൊക്കെ നമുക്കൊരു ഒട്ടും കേൾക്കാൻ രസമില്ല. അത് വരണ്ട സബ്ജക്റ്റ് ആയിട്ട്. പിന്നെ കുറച്ച് പിന്നെയും ഇങ്ങനെ കാലങ്ങൾ പോയി വരുമ്പോഴാണ് നാലാമത്തെ ശ്ലോകത്തിലെ നാഭിസ്തു യഥാപരിഷിതം സുപ്രജാസ്ത്വം അവരുത്യ അതിപ്രമോദപര വികുലോ ഗദ്ഗദാക്ഷരയാ ഗിര സ്വൈരം ഗൃഹീത നരലോക സധർമ്മം എന്ന് കാണുന്നുണ്ടല്ലോ, അത് തെറ്റാണോ? വേണ്ട, നരധർമ്മം എന്ന് മതി. അവിടെ നരലോക സധർമ്മം എന്ന് അത്രയും നീട്ടേണ്ട ആവശ്യമില്ലെന്ന് മാത്രമല്ല, അത് ആ വരിക്ക് ചേരില്ല അവിടെ. അതെ അല്ലേ, ഗൃഹീത നരധർമ്മം എന്ന് മതി. നരധർമ്മം മതി. അതെ. ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെ ഗുരുകുലവാസോ അധ്യയനോ, അതാ ഗുരുകുലത്തിൽ പോയ അതോർത്തപ്പോ ഭഗവാന്റെ ആ ഗുരുകുലവാസത്തെ 64 ദിവസത്തെ ആ ഗുരുകുലവാസത്തെ കുറിച്ചാണ് ഓർമ്മ വന്നത്. ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള, അതെ അല്ലേ, എല്ലാം തികഞ്ഞവനാണെങ്കിലും ഇങ്ങനൊക്കെ വേണം എന്ന് മറ്റുള്ള അതിനാണല്ലോ ഇല്ലേ, അത് പ്രദർശിത ഗുരുകുലവാസ കാണിക്കാൻ വേണ്ടിയാ. എല്ലാവരും ഇങ്ങനെ എന്തറിയാമെങ്കിൽ പോലും ഗുരുവിൽ നിന്നും അറിവ് നേടി ഗുരുവിന്റെ അനുവാദത്തോട് വിവാഹം കഴിച്ച് ഗാർഹസ്ഥ്യം നേടണം എന്നുള്ള ആ ഒരു തത്വം ബോധ്യപ്പെടുത്താൻ. അതുപോലെ തന്നെ ദേവേന്ദ്രന് ആദ്യം തോൽവി ഉണ്ടായത് കൊണ്ടാവാം മകളെ ജയന്തിയെ കൊടുത്തത്. ജയന്തിയെ തന്നെ, അതെ, ആദ്യം സ്പർദ്ധ ഉണ്ടായി. പക്ഷെ അതിനെ കളിപ്പിച്ച് മാറ്റിയില്ലേ. ഭഗവാനോട് സ്പർദ്ധയുടെ കാര്യം മനസ്സിലായപ്പോഴാണ് ഭഗവാൻ തന്നെ മകളെ കൊടുക്കാം എന്ന് വിചാരിച്ച് ഇന്ദ്രൻ. അപ്പൊ ദേവേന്ദ്രനും ജയന്തിയും ജയന്തനും ഉണ്ട് ഇല്ലേ മക്കള്? ജയന്തന്റെ കഥയും പറയുന്നുണ്ടല്ലോ രാമായണത്തില്. ഇപ്പം 2 ജയന്തനും ജയന്തിയും ഉണ്ട്, രണ്ടുപേരും. അതെ, ഇതെല്ലാം കണക്ട് ചെയ്യാൻ പറ്റും അറിയുന്നതോറും. അതെ അതെ, സന്തോഷം. ഇതൊക്കെ വായിക്കുമ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതാ വേണ്ടേ, ഇതിനുള്ള ലാഭം അതേ ഉള്ളൂ, അതാ വേണ്ടേ. അതെ, അതാണല്ലോ ഏറ്റവും വലിയ ലാഭം, ഏറ്റവും വലിയ നേട്ടമല്ലേ. അതെ അതെ, മറ്റുള്ളതൊക്കെ എത്രയോ തുച്ഛം, ഇതേ ഉള്ളൂ ലാഭം. അത്രയാണ് സന്തോഷം. പിന്നെ പ്രശംസിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.